ഗൈസ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള വ്ളോഗ് എടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം വേറെ ഒന്നാലും നമ്മുടെ ഫസ്റ്റ് മോളുടെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന്. സോ ഗൈസ്, ഞാൻ ഫുൾ സർപ്രൈസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടുകാരെല്ലാം നമ്മുടെ കൊല്ലത്തുനിന്ന് വരുന്നുണ്ട്. അവർ രാത്രി 12 മണിക്ക് മുന്നേ എത്തും. ഞാൻ അപ്പം അവർക്ക് അവളെത്തുമ്പോഴത്തേക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിനകത്തോട്ട് കയറി നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ പോയി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഫസ്റ്റിനെ ഫ്ലാറ്റിൽ എത്തുന്നതിന് മുന്നേ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഹൈഡ് ചെയ്യണം. പിന്നെ കേക്കും മേടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ പോയി ഇത് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റിന് ഇപ്പോൾ ഫ്ലാറ്റ് വന്നാൽ ഫുൾ കുളമാവും. എന്റെ പൊന്ന് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അത്താണിയിലുള്ള ഒരു ചിക്കൻ കടയിലാണ്. ഇവിടം വരെ എങ്ങനെ എത്തുന്നത് എനിക്കൊരു അറിഞ്ഞൂടാ. ഫസ്റ്റിന് എൻ്റെ അടുത്ത് ഓൾറെഡി പറയാൻ ചിക്കൻ മേടിച്ച് വെക്കണം. അപ്പോൾ ഫസ്റ്റിന് നമ്മുടെ ഫ്ലാറ്റിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ഈ ഗിഫ്റ്റ് മേടിച്ച് ഈ എടപ്പള്ളിയിലെ ബ്ലോക്കൊക്കെ താണ്ടി ചിക്കനും വാങ്ങിയിട്ട് ഇവിടെ എത്തണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എണ്ണ തീർന്ന് ഗൈസ്, എണ്ണ തീർന്നത് പറ്റി എവിടെയും പോയി കടന്നില്ല. പക്ഷെ ഞാൻ എണ്ണ തീർന്ന് അവിടുത്തെ കള്ളം പറഞ്ഞ് കുറച്ച് ടൈം അപ്പം കിട്ടുമല്ലോ, അങ്ങനെ എണ്ണ തീർന്നെന്നും പറഞ്ഞ് പിന്നെ എണ്ണ അടിക്കേണ്ടി വന്നു. പക്ഷെ എണ്ണ അടിച്ചിട്ട് ഞാൻ ദാണ്ട് ഇവിടെ പെട്ടെന്ന് എത്തിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഒറിജിനാലിറ്റി ചിക്കൻ മേടിക്കണം, അല്ലെങ്കിൽ അവൾ ഡൗട്ട് അടിക്കും. എന്തോ ഭാഗത്തിന് അവൾ വരുന്ന വഴി എന്തോ ബ്ലോക്ക് ഉണ്ട്. സോ നമുക്ക് ചിക്കൻ മേടിച്ചിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോയി വണ്ടി ഇട്ടിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഏറ്റവും കോമഡി, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളുമായി പണ്ടറങ്ങാൻ. ഗൈസ്, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിന് താക്കോൽ എൻ്റെ കയ്യിൽ. അപ്പോൾ അവൾ അവിടെ വന്ന് പോസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ എന്തെല്ലാം കടമ്പകളുണ്ടെന്നായിരുന്നറിയോ. ഇനിയിപ്പം വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ അവൾ പുട്ടും രാവിലെ പയറേറിയും ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അത് ഞാൻ കഴിച്ചില്ല. ഇനി അതിനുള്ള ചീത്തോളി കേൾക്കും. പിന്നെ കേക്ക്, പ്രധാന ഐറ്റം കേക്ക് മേടിച്ചിട്ടില്ല. അപ്പം അതിനി അവളുടെ അടുത്ത് ചിലപ്പോൾ നമുക്ക് അഭിനയിച്ച് കേക്ക് നമുക്ക് മേടിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ട് കേക്ക് മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഫ്ലാറ്റ് വയ്ക്കുക. എന്നിട്ട് എൻ്റെ വീട്ടുകാർ വരുന്ന കാര്യം അവൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വീട്ടുകാർ രാത്രി എത്തുമ്പോഴത്തേക്ക് വീട്ടുകാർ വരുന്നൊരു സർപ്രൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പതുക്കെ കാറ് പാർക്കിങ്ങിൽ ഇട്ടിരിക്കുന്ന കാറിൽ നമ്മുടെ ഈ മെയിൻ ഐറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഗിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ സൂപ്പർ സർപ്രൈസ്. അപ്പോഴത്തേക്ക് അയ്യോ എന്താ സിഗ്നലായി ഗൈസ്, ഇനി വേറെ സംസാരിക്കാനല്ലേ, ഫ്ലാറ്റിൽ ചെന്നിട്ട് സംസാരിക്കും. ഓക്കെ ഗൈസ്, അവൾ ഫ്ലാറ്റിലെത്തി. അപ്പം ഫ്ലാറ്റിൽ നമ്മളിപ്പോൾ ചെന്ന് കയറുമ്പോൾ അവൾ എന്നെ പൊക്കും. അതുകൊണ്ട് ഇവളെ അറിയാതെ, ഇവളെ കാണാത്ത പോലെ നമ്മൾ പെട്ടെന്ന് പാർക്കിംഗ് കൊണ്ട് വണ്ടി ബേസ്മെന്റിലാണ് പാർക്കിംഗ് കൊണ്ടിട്ട് ഫ്ലാറ്റിലോട്ട് പോകണം. കോളാവുമെന്നാ തോന്നുന്നത്. മിക്കവാറും അവൾ എന്നെ കാത്ത അവിടെ വെളിയിൽ നിൽക്കുമായിരിക്കും. എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം. കാരണം അവൾ ചിലപ്പോൾ എൻട്രൻസ് നിൽക്കുവാണെങ്കിൽ വണ്ടി നമ്മൾ നിർത്തേണ്ടി വരും. പക്ഷെ അഥവാ വിട്ടു പോയാലും ബാക്കിൽ ഈ ഗിഫ്റ്റ് ഇരിക്കുന്ന നമ്മൾ കാണും. പക്ഷേ രണ്ടും കൽപ്പിച്ച് പോകുമ്പോഴാണ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ എത്തിയിരിക്കുകയാണ്. അവൾ ലോഞ്ചിലിരിക്കുകയാണ്. ഭാഗ്യത്തിൻ്റെ കാറ് കണ്ടില്ല. അപ്പം നമുക്കിനി ഈ ചിക്കൻ കവറുമായിട്ട് അഭിനയിച്ച് അവളുടെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവാം. എല്ലാം ഇവിടെ സേഫ് അല്ലേ? ഓക്കെ, രാത്രി കാണാം. മച്ചാനെ ചിക്കൻ തിന്നാൻ വാ. ഗൈസ്, അപ്പോൾ അവൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് സിനിമ കാണാനാണ് പ്ലാൻ. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു കേക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് അവളെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേക്ക് മേടിക്കാൻ പോവാണ്. എന്താ പറയാൻ വയ്യ നോക്കട്ടെ. അവള് മിക്കവാറും വിചാരിക്കുന്നത് ഇവൻ എന്ത് പുഴുങ്ങൻ ഭർത്താവ്, ഇവൻ എനിക്കൊരു സർപ്രൈസ് പോലും തരുന്നില്ലല്ലോ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്താ കേക്ക് ഞെട്ടുന്ന കണക്ക് അഭിനയിക്കാൻ വേണ്ടി കേക്ക് മേടിച്ചോണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഇവൻ എൻ്റെ ഉള്ളിൽ നിന്നും അവനെ എന്താ സർപ്രൈസ് ചെയ്യുന്നില്ലെന്നൊക്കെ ആയിരിക്കും അവൾ മനസ്സിൽ വിചാരിക്കുന്നത്. ചിലപ്പോൾ വിചാരിക്കുന്നില്ലായിരിക്കും. പക്ഷെ നമ്മളെ വീട്ടുകാർ വരുമ്പോൾ അവളും ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഹറിബറി അല്ലാതെ വേണേൽ നാളെ രാവിലത്തേക്ക് ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. ഭയങ്കര സ്മൂത്തായിട്ടെല്ലാം ചറവറ എല്ലാം നല്ല സ്മൂത്തായിട്ടെല്ലാം നടന്നേനെ. പക്ഷെ നമുക്ക് ആ 12 മണി ബർത്ത്ഡേ 12 മണിക്ക് തന്നെ ആഘോഷിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഗുമ്മുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും എല്ലാം ഇപ്പം തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും ഭ്രാന്ത് പിടിച്ച് ഓടിയത്. ഈ വീട്ടുകാർ വരാനും എല്ലാം 12 മണിക്ക് മുന്നേ അവരെത്താനും അതിന് മുന്നേ കേക്ക് അവിടെ എത്തിക്കാനും. അപ്പം കേക്ക് എന്തായാലും അവളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെന്നും പറഞ്ഞുള്ള റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് നമുക്ക് കാറേയും സാധനങ്ങളൊക്കെ എടുത്ത് ഹോളിൽ സെറ്റ് ചെയ്യാം ആ ടൈം കൊണ്ട്. എന്തായാലും വീട്ടുകാരെത്തുമ്പോൾ അവളൊന്ന് ഞെട്ടും. അപ്പം തന്നെ അവൾ ഹാപ്പി ആവും. എനിക്ക് അറിഞ്ഞൂടാ, വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യമായിട്ടാണ് ബർത്ത്ഡേ തൊപ്പി വെക്കുന്നത്. ബർത്ത്ഡേ തൊപ്പി വെച്ചുണ്ട്, പക്ഷെ വല്ലവരും ബർത്ത്ഡേ ആണെന്നുള്ളൂ. വല്ലവരും ബർത്ത്ഡേ തൊപ്പി എന്തിനാ നീ വെക്കുന്നത്? വെറുതെ വെച്ച് നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 12 മണിക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഇതെന്തായാലും തണുക്കട്ടെ ഗൈസ്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത്
ഒരു സിനിമയൊക്കെ കണ്ടിരുന്ന് കഴിച്ച് 12 മണിയാകുമ്പോൾ ഒരു കേക്കും കട്ട് ചെയ്ത് ചിലപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഉണർന്നിരിക്കുവാണെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ രാവിലെ എഴുന്നേക്കും. നാളെ ഇവർക്ക് ജോലി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തൊപ്പിക്ക് എപ്പോഴും ഉരുവേ അപ്പൊ ഇട്ടാ മതി, ചിലപ്പോൾ പൊട്ടിപ്പോ. 75 രൂപ. ഗൈസ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങിയ വീട്ടുകാർ 12 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. വൈകുന്നേരം കേക്ക് മുറിക്കാം. അപ്പൊ 23rd ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫസ്റ്റ് മോളെ നമ്മൾ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് അവളുടെ സർപ്രൈസ് അതിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം അവൾ സർപ്രൈസ് ആകുമോ ഇല്ലയോ. ഓക്കെ, ഗൈസ്, അപ്പോൾ ഇവർ വന്ന ഇവരുടെ ബർത്ത്ഡേ സർപ്രൈസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്റെ ബർത്ത്ഡേ സർപ്രൈസ് കാറിൽ ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പം നമ്മൾ അത് എടുത്തുകൊണ്ട് ഇനി ഫസ്റ്റിനെയും ഉമ്മയും അച്ഛനെയും കൂടെ റൂമിൽ കയറി ഇരിക്കുകയാണ്. അവളെ സെറ്റപ്പ് ചെയ്ത് അവളടുത്ത് കേക്ക് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താഴെ പോയി സാധനം എടുത്തോണ്ട് വരും. ഇവരും കണ്ടിട്ടില്ലേ ഗിഫ്റ്റ്, ഇവരും ഞെട്ടട്ടെ. കണ്ടില്ലേ? അല്ല, നമ്മൾ മേലോട്ട് ഇത് കൊണ്ടുപോകും. ഓക്കെ 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 ഗൈസ്, അപ്പൊ നമുക്ക് ബർത്ത്ഡേ കാരി അകത്തിരിക്കുകയാണ്. നമുക്ക് അവളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം, വെൽക്കം ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊക്കെ നമ്മള് സെറ്റ് ചെയ്തില്ലേ? പെട്രോള് തീർന്നതും ഇന്ന് ഫുൾ കാലൂര് മൊത്തം കിടന്ന് കറങ്ങി എന്തോരം പാടുപെട്ടെന്ന് പറയാം ഈ സാധനങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ട്രാഫിക്. നീ ഫ്ലാറ്റിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം സംഘടിപ്പിച്ച് ഇവിടെ എത്തണ്ടേ? അല്ലെ നിനക്ക് ഡൗട്ട് അടിക്കത്തില്ലേ? നോക്കുന്നേ ഫോട്ടോ എടുക്കട്ടെ. നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. വ്ളോഗ് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും മൊത്തത്തിൽ എന്തൊക്കെയാ സംഭവങ്ങൾ നടന്നതെന്ന്. എനിക്കിപ്പോ പറഞ്ഞ് വിശദീകരിക്കാൻ വയ്യ. 3 സർപ്രൈസ് ആണ് നിനക്ക് വന്നത്. 1 കേക്ക്, 1 ഇവര്, 2 3 ഇത്. അതിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗിഫ്റ്റ്. ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. കണ്ടോ? നീ ഉണ്ടത് അച്ഛ ഫോട്ടോ എടുത്തോ? ഓക്കെ, അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ പറഞ്ഞില്ലേ പ്രത്യേകം നമ്മൾ തമ്മിൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇനി ഇവർക്ക് വിശക്കുന്നുണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം കലാപരിപാടികൾ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. ഒട്ടും സമയമില്ല. അപ്പം ഇത്രയും കണ്ടിരുന്ന എല്ലാവരും നമ്മുടെ ഫസ്റ്റ് മോളെ വിഷ് ചെയ്യുക, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത അടിപൊളി വ്ളോഗുമായിട്ട് ഞങ്ങൾ എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ